ഹലോ, ഇന്നൊരു പെരുന്നാൾ വ്ളോഗ് കണ്ട സ്കിപ്പായിട്ട് പോലെ ഒരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ പ്രവാസത്തിലെ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളൊക്കെ വർണ്ണിച്ചുകൊണ്ട് കഥകളും കവിതകളൊക്കെ എഴുതുന്ന ഒരുപാട് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. സത്യത്തിൽ അവർക്കൊക്കെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു പ്രവാസത്തിൽ. ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞ ഒരു കാലം. അപ്പോൾ അന്നും ഈ പ്രവാസത്തിലുണ്ടായിരുന്ന കുറേ ആളുകൾ ഇന്നും നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. നമ്മുടെയൊക്കെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അതിൽ 2-3 പേരെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് താജുക. ബഹ്റൈനിൽ വന്നിട്ട് ഏകദേശം ഒരു 36 വർഷം കഴിഞ്ഞു. ഹമർ ടൗണിലൊരു ബുച്ചർ ഷോപ്പ് അടുത്താണ്. ഇത് താജുഖാൻ്റെ മാമ സലാഹുദ്ദീൻ എന്നാണ് പേര്. ഞങ്ങളും മാമ തന്നെ വിളിക്കണം. മൂപ്പര് ഏകദേശം ഒരു 38 വർഷം കഴിഞ്ഞു ഈ ബഹ്റൈനിൽ വന്നിട്ട് ഹമർ ടൗണിൽ ബുച്ചർ ഷോപ്പ് അടുത്താണ്. ഇനിയാണ് നമ്മുടെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള ആളെ കാണാൻ പോകുന്നത്. ഇതാണ് മജീദ് ക, വടകര എന്നുള്ള മജീദ് ക. മൂപ്പര് ഏകദേശം ബഹ്റൈനിൽ വന്നിട്ട് 44 വർഷം കഴിഞ്ഞു. കുറച്ചുകൂടെയൊക്കെ ചുരുക്കി പറഞ്ഞാൽ മജീദ് ക പ്രവാസം തുടങ്ങുമ്പോൾ ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല. മജീദ് കാക്ക് ഇപ്പോഴും വിശ്രമിക്കാനെന്നുള്ളൊരു സമയമായി എന്നുള്ള തോന്നലൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. കാരണം കമ്മീസിലെ പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് മജീദ് ക അവിടെ ഉണ്ടാവും നമുക്ക് പെട്രോൾ അടിച്ച് തരാനായിട്ട്. മുന്നേ താമസിച്ചുകൊണ്ടിരുന്ന മജീദ് കടയും താജുഖാൻ്റെ ഒക്കെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഇവർ ഓരോ കഥകൾ പറയും, പഴയ കാലത്തെ ഓരോ കഥകൾ. അതായത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പാട്ടും പാടി നടക്കുന്ന പ്രവാസികൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കഥകളാണ് കേട്ടോ അതൊക്കെ. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ യാതനകളൊക്കെ പറ്റിയൊക്കെ ഓരോരുത്തരോട് കഥ പറയുമ്പോൾ അതിന് കേൾവിക്കാരെ പോലും കിട്ടില്ല. പക്ഷെ ഇവരൊക്കെ പറയുന്ന ഓരോ കഥകൾ കേട്ടാണ്ടല്ലോ നമ്മുടെ രോമം വരെ എഴുന്നേറ്റ്. ഇതിൽ മജീദൊക്കെ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ബഹ്റൈനിൽ വന്നിട്ട് ഏകദേശം ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ടൊരു മലയാളിനെ കാണുന്നത്. നമ്മുടെയൊക്കെ ഒന്ന് കാര്യം ആലോചിച്ചു. ഇപ്പം നമ്മളൊക്കെ ഗൾഫിലേക്ക് വന്ന് ഇറങ്ങുന്നത് നമ്മുടെയൊക്കെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ പരിചയക്കാരുടെയൊക്കെ മിനിമം ഏറ്റവും കൂടുതൽ മലയാളികളുടെയെങ്കിലും നടുവിലേക്കാണ് വന്ന് ഇറങ്ങുന്നത്. അതുമാത്രമല്ല ഇവിടെ നിന്നൊക്കെ ഇവർ നമ്മളിപ്പോൾ ഫോൺ വിളിക്കുന്നില്ല നാട്ടിലേക്ക്, വീഡിയോ കോളൊക്കെ. പണ്ട് കാലത്ത് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തയക്കലാണ്. ഇന്ന് ഇവിടുന്ന് നാട്ടിലേക്ക് ഒരു കത്ത് അയച്ചു കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞിട്ടാണ് അത് നാട്ടിൽ ചെല്ലുന്നത്. ആ കത്ത് അവർ വായിച്ചിട്ട് നമുക്കൊരു മറുപടി ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ 15 ദിവസം വീണ്ടും എടുക്കും അത് ഇവിടെ വരാനായിട്ട്. അതായത് നമ്മൾ 1-ാം തീയതി ഒരു വിശേഷങ്ങളൊക്കെ എഴുതി അയക്കുന്ന കത്തിൻ്റെ മറുപടി നമ്മൾ വായിക്കുന്നത് ഏകദേശം ഒരു 30 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഇതുപോലത്തെ ഒരു കാലം പ്രവാസത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ അനുഭവിച്ച ആൾക്കാർ ഇന്നും നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഉണ്ട് തന്നെ. അപ്പോൾ നമുക്കൊക്കെ വല്ലാതെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ തോന്നുമ്പോൾ ഇവരോടൊക്കെ ഒന്ന് പോയി സംസാരിച്ചാൽ മതി. അപ്പോൾ അവർ പറഞ്ഞുതരും ശരിക്കും എന്തായിരുന്നു പ്രവാസം, ശരിക്കും കഷ്ടപ്പാട് എന്തായിരുന്നു, ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്ന അതിൻ്റെയൊക്കെ ഒരു സ്മോൾ വേർഷനാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അപ്പം മനസ്സിലാവും. മജീദ് ക 44 വർഷം ഈ ബഹ്റൈനിൽ നിന്ന് എന്തായാലും വെറുതെ ഒന്നായിട്ടുള്ള ആൾ നല്ലൊരു കുക്കാണ്. നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കും. നമ്മൾ ഇന്നിപ്പോൾ കഴിക്കാൻ പോകുന്ന ബിരിയാണി മജീദ് ക സ്പെഷ്യൽ ബിരിയാണിയാണ്. നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ പറയുന്ന ഓരോ കഥകളുണ്ട്. കേൾക്കാൻ നല്ല രസമുള്ള, നമ്മൾ കേട്ടിരുന്ന് പോകുന്ന തരത്തിലുള്ള കഥകൾ. കൂട്ടത്തിൽ ഇവർ മാത്രമൊന്നുമല്ല,